രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ച വനിതാ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ്. ഒമാ തോമസ് MLA, ബിന്ദു കൃഷ്ണ തുടങ്ങിയവരുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ സൈബർ ആക്രമണം ശക്തമായി തുടരുകയാണ്. കോൺഗ്രസിനെ അടുത്ത തവണ ഭരണത്തിലെത്തിക്കാൻ പ്രയത്നിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാധ്യമങ്ങൾക്കൊപ്പം ചേർന്ന് ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റുകളും അധിക്ഷേപവും. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, കോൺഗ്രസിനകത്തു നിന്നുള്ള വനിതാ നേതാക്കൾ വളരെ ശക്തമായ ഒരു നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കുന്ന നമ്മൾ കണ്ടതാണ്. ഉമാ തോമസ് അടക്കം പറഞ്ഞത് രാജി ആവശ്യമാണെന്നുള്ളതാണ്. ഷാനിമാൾ ഉസ്മാൻ പറഞ്ഞത് മാന്യത പ്രകടിപ്പിക്കണമെങ്കിൽ രാജിവെക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ശക്തമായ നിലപാടെടുത്ത സ്ത്രീകളെ, വനിതാ നേതാക്കളെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നത് ആരാണ്? റോഷിനി, അത് തന്നെയാണ്. ഇന്നലെ മുതലാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ സൈബർ ആക്രമണം ഈ വനിതാ നേതാക്കൾക്കെതിരെ ഉണ്ടായി തുടങ്ങിയത്. ഇന്നലെയാണ് ഇവർ പരസ്യമായി രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഒറ്റതിരിഞ്ഞ് ഇവരുടെ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടിലും അല്ലാതെ ഇവരുടെ പേരുകൾ പരാമർശിച്ചുമൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനം, വലിയ തോതിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയരാൻ ആരംഭിച്ചത്. പ്രധാനമായും ഈ ഉമാ തോമസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട്. ഉമാ തോമസിന് സംഭവിച്ച അപകടത്തെ അടക്കം പരിഹസിച്ചുകൊണ്ട്, അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അടക്കം ഈ പോസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാം തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് ഹാൻഡിലുകളാണ് എന്നതും വ്യക്തമാണ്. നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം പിന്തുണക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന അതേ ഹാൻഡിലുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വനിതാ നേതാക്കളെ അപഹസിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളാതെ നിലപാടെടുത്ത ജബി മേത്ര അടക്കമുള്ളവരെ ഇവർ പ്രശംസിക്കുന്നുമുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ.